വർക്കല കുരേക്കണ്ണി സർക്കാർ LPGS സ്കൂളിലും സമീപത്തെ എയ്ഡഡ് സ്കൂളായ ഹൈമവതി വിലാസം UP സ്കൂളിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ഇത് രണ്ടാം തവണയാണ് വർക്കല കുരേക്കണ്ണി സർക്കാർ LPGSൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത്. അക്രമികൾ സ്കൂൾ വാനിൽ സൂക്ഷിച്ചിരുന്ന അഗ്നിരക്ഷാ ഉപകരണങ്ങൾ നശിപ്പിച്ചു. ശുചിമുറിയിലെ പൈപ്പുകളും കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകളും അക്രമികൾ തല്ലി തകർത്തു. ക്ലാസ് മുറികളിലെ ബോർഡുകളിൽ അസഭ്യം എഴുതി വച്ചിരുന്നു. ലാബുകൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, പോസ്റ്ററുകൾ എന്നിവയും അക്രമികൾ നശിപ്പിച്ചു. രാസവസ്തുക്കൾ നശിപ്പിച്ച നിലയിലാണ്. ചെടിച്ചട്ടികൾ തല്ലി തകർത്തു. രാവിലെ സ്കൂള് 7:30 തുറക്കാനായിട്ട് വരുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ടാപ്പുകൾ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ നൂൺ മിൽ ചേച്ചി കാണുകയും ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് വണ്ടിക്കകത്തിരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെളിയിലാണെന്ന് കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതെല്ലാം ഇതിനകത്തും മറ്റും അടിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്ലാസ് തുറന്ന് അതെടുക്കുകയും ആ ബമ്പർ അത് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. പിന്നെ എല്ലാ ടാപ്പുകളും ഏതാണ്ടൊരു 11 ടാപ്പുകളോളം ഇവർ നശിപ്പിച്ചതായിട്ട് കാണുന്നു. ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങൾ സ്കൂൾ വാൻ എടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യം പോലും അവർക്കിന്ന് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വലുതായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ 2023ലും ഇതേപോലെയുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായി. അത് ഞങ്ങൾ അന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതിന് ഫലമൊന്നും കണ്ടില്ല. സമീപ പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കളാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നത്. മികച്ച വിജയശതമാനമാണ് സ്കൂളുകളുടെ പ്രധാന പ്രത്യേകത. 2000ഓളം പഠിതാക്കളെത്തുന്ന LP UP സ്കൂളുകളിൽ പതിവായി നടക്കുന്ന സാമൂഹിക വിരുദ്ധ ശല്യം അധ്യാപകർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഏറെ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. 5:30 മണിക്ക് സ്കൂളിൽ വന്നപ്പോഴേക്കും സ്കൂള് മൊത്തം നശിപ്പിച്ച് ഇട്ട നിലയിലായിരുന്നു കണ്ടത്. ബസ്സിൻ്റെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എല്ലാം വെളിയിലെടുത്തിട്ട് അതിലുള്ള പൗഡറെല്ലാം എല്ലായിടവും പൊട്ടിച്ച് വിതറിയിട്ടിരുന്നു. സ്കൂൾ ലൈബ്രറി കാര്യമായ കേട് സംഭവിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ് ലൈബ്രറിയിലെയും പുസ്തകങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. നമ്മുടെ ലാബിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലാബിൽ ആസിഡുകളെല്ലാം അവിടെ ചരിച്ചിട്ടിട്ടുണ്ട്. കുറേയൊക്കെ വെളിയിലാണ് കിടന്നത്. പൈപ്പുകൾ കംപ്ലീറ്റ് ടോയ്ലറ്റുകളെല്ലാം പൈപ്പുകൾ ഉൾപ്പെടെ കംപ്ലീറ്റ് അടിച്ചു തകർത്ത നിലയിലാണ്. ബസ്സിനും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് സാമൂഹിക വിരുദ്ധർ ചെയ്തത് തന്നെയാണ്. നമ്മുടെ സ്കൂളിൽ ഇതുവരെയും ഒരു അനുഭവം ഇതുപോലത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. മൊഴി കൊടുത്ത് അവർ വന്ന് മകസറെല്ലാം തയ്യാറായി പോയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്: CCTV സ്ഥാപിക്കാൻ സർക്കാരിൻ്റെ സഹായം വേണം. CCTV സ്ഥാപിച്ചാൽ അക്രമികളെ കയ്യോടെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അധ്യാപകർ പങ്കുവയ്ക്കുന്നു. വിസ്മയ ന്യൂസ്, വർക്കല.